പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകെ പ്രാന്ത് പിടിച്ചിട്ട് ബാറിൽ പോയിരുന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ജലജ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്. സ്വന്തം ഭാര്യ ഗർഭനാടകം അഭിനയിക്കായിരുന്നു എന്നുള്ള കാര്യം ഭർത്താവായ നീ ആ റൂമിൽ കിടന്നിട്ട് നിനക്ക് മനസ്സിലായില്ലടാ. നീയൊക്കെ എന്തിനാടാ ജീവിക്കുന്നത്, ഇറങ്ങിപ്പോടാ റൂമിൽ നിന്നൊക്കെ ജലജ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും. അത് കഴിഞ്ഞിട്ട് നീ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിക്കായിരുന്നു അല്ലേടി എന്നുള്ള കാര്യം ചോദിച്ചിട്ട് അബി നവ്യയെ അടിക്കാൻ വേണ്ടി പോയപ്പോൾ അബിയുടെ കൈ തട്ടി മാറ്റിയും കൊണ്ട് നവ്യ പറയുന്നുണ്ട്, അടിക്കാനുള്ള വേലയൊക്കെ നീ നിന്റെ കയ്യിൽ വെച്ചാൽ മതി എന്ന് അബിയുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ അബി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ആകെ പ്രാന്ത് പിടിച്ചിട്ട് നന്നായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ബാറിന്ന് ഇറങ്ങി പോകുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഒരാൾ വന്നിട്ട് അബി പോകുന്ന സമയത്ത് ഇങ്ങനെ ഷോൾഡറിന് തട്ടുന്നുണ്ട് കേട്ടോ. ആരാടാ നീ, നിനക്ക് കണ്ണു കണ്ടൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് തട്ടിക്കയറാണേ. അതിന് മറുപടിയായിട്ട് അയാൾ പറയുന്നത്, എനിക്ക് നിങ്ങൾ ആരാന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം, നിങ്ങൾ വെറും ഒരു മണ്ടനാണ് എടാന്ന് പറഞ്ഞിട്ട് അബി അവനെ കയറി അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ്, സാർ പ്രശ്നം ഉണ്ടാക്കരുത് ഇവിടെ വെച്ചിട്ടെന്ന് രണ്ടുപേരെടുത്തും പറയാണേ. ഇങ്ങോട്ട് നോക്ക്, എൻ്റെ പേര് മദൻ എന്നാണ്. എൻ്റെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മന്മഥനെ പോലെയാണ്. ഞാൻ വേണ്ട എന്ന് വെച്ചിട്ട് കളഞ്ഞ ഒരു സാധനമാണ് നീ ഇപ്പോൾ നിന്റെ ലൈഫിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നീ പറഞ്ഞതെന്ന് അബി ചോദിക്കുന്ന സമയത്ത് മദൻ പറയുന്നുണ്ട്, നമ്മൾ കാറൊക്കെ സെക്കൻഡ് ഹാൻഡ് മേടിക്കും, ബൈക്കും സെക്കൻഡിൽ മേടിക്കും, പക്ഷേ വൈഫിന് ആരെങ്കിലും സെക്കൻഡ് മേടിക്കുമോ? എന്താണ് നീ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് മദന്റെ കോളറിന് കയറി പിടിക്കാനുണ്ടോ അബി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പ്രശ്നമാവെന്ന് മനസ്സിലാവുമ്പോൾ സ്റ്റാഫ്, സാർ ഇവിടെ വെച്ചിട്ട് പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത്, പുറത്തു പോയെന്ന് പറയുമ്പോൾ നീ മാറി നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് അബി ആ സ്റ്റാഫിനെ മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് മദനെ കുറച്ച് അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോയിട്ട് നീ എന്താടാ പറഞ്ഞതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതെ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, ഞാൻ സ്നേഹിച്ചിട്ട് വേണ്ടാന്ന് വെച്ച് ഒഴിവാക്കിയതിനെയാണ് നീ ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ഭാര്യയായിട്ട് കൊണ്ടു നടക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ അബി പറയുന്നത്, നീ പറയുന്നത് കള്ളമാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല, എന്നൊക്കെ പറയുമ്പോൾ എന്നെ വെറുതെ വിടുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം ഞാനാണ് ആ നവ്യയെ സ്നേഹിച്ചിട്ട് വേണ്ടാന്ന് വെച്ചത്. അവളൊരു ടോർച്ചറാണ്, അവള് നമ്മളെ ടോർച്ചർ ചെയ്യും, എന്നിട്ട് അവള് നമ്മളെ തന്നെ തിന്നുന്ന അവസ്ഥയാകും അവസാനം. എടാ നിനക്ക് നവ്യയെ അറിയോന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അറിയോന്നോ, പിന്നെ അറിയാതെ അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ യൂസ് ചെയ്തിട്ട് തൂക്കിയെടുത്ത് എറിഞ്ഞ അവളെയാണ് നീ ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനക്ക് ആരോട് വേണമെങ്കിലും ചോദിക്കാം ഈ മദനെ കുറിച്ചിട്ട്. മദനല്ല മന്മഥൻ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. തുടർന്ന് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ നയന ഉറക്കം തെളിഞ്ഞ് നോക്കുന്ന സമയത്ത് ആദർശ് റൂമിലില്ല കേട്ടോ. ആദർശേട്ടൻ എവിടെ പോയി ഇത്രയും നേരത്തെ, ഇനിയിപ്പോ കുളിക്കായിരിക്കുമോ എന്നുള്ള കാര്യം നോക്കിയിട്ട് ബാത്റൂമിൽ പോയിട്ട് ഡോറ് തട്ടി നോക്കുന്നുണ്ട്. പക്ഷെ ആരും ഇല്ലാന്ന് മനസ്സിലാവണം. അങ്ങനെ ഡോറ് തുറന്നു നോക്കുമ്പോഴും അതിനുള്ളിൽ ആദർശില്ല. രാവിലെ തന്നെ ആദർശേട്ടൻ എങ്ങോട്ട് പോയി, ഇവിടെ ലാപ്ടോപ്പും ഫോണും ഒന്നും കാണുന്നില്ലല്ലോ, എൻ്റെ മുഖമേ കാണണ്ട എന്ന് വിചാരിച്ചിട്ട് നേരത്തെ പോയി കാണുന്നതായിരിക്കുമോ. അങ്ങനെ നയന പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ് കേട്ടോ. ഹോളിലൊന്നും കാണുന്നില്ല. കിച്ചണിൽ ചെന്ന് നോക്കുമ്പോൾ ചേച്ചിയാണെങ്കിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ. ഇത് എന്താ ചേച്ചി ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയാണ്. ചേച്ചി മാറി നിൽക്ക്, ഞാൻ ഉണ്ടാക്കിക്കോളാം, എനിക്കല്ലേ അറിയുള്ളൂ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യണോ എന്നുള്ള കാര്യം. അങ്ങനെ നയന ഈ പറയുന്നത് കേട്ടും കൊണ്ട് അങ്ങോട്ടേക്ക് ദേവയാനി വരികയാണ് കേട്ടോ. അതെ, ആർക്കൊക്കെ എന്ത് വേണമെന്ന് നന്നായിട്ട് അറിയാലോ, അതുകൊണ്ട് ഓരോരുത്തരെ ഏത് രീതിയിൽ കബളിപ്പിക്കണമെന്ന് നന്നായിട്ട് അറിയാം. ദേവയാനിയുടെ കൂടെ ജലജയുണ്ട് കേട്ടോ. അല്ലമ്മേ, ഞാന് എല്ലാവർക്കും ടീ കോഫി ഉണ്ടാക്കുകയാണെന്നുള്ള കാര്യം പറയുമ്പോൾ വേണ്ട, ഈ വീട്ടിൽ ഇനി ആർക്കും നീ ഒന്നും ഉണ്ടാക്കണ്ട, ഇവിടെ ഇനി എല്ലാവർക്കും കോഫി ഉണ്ടാക്കുന്നതും ടീ ഉണ്ടാക്കുന്നതും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. ഇനി നീ ഈ വീട്ടില് മഹാറാണിയെ പോലെ മിണ്ടാതൊരു ഭാഗത്ത് ഇരുന്നാൽ മതി. തെറ്റ് ചെയ്തവർക്ക് നമ്മൾ ശിക്ഷ കൊടുക്കും, എങ്കിൽ നീ ചെയ്തത് തെറ്റല്ല, ഞങ്ങളോട് എല്ലാവരോടും ചെയ്ത കൊടും ക്രൂരതയാണ്, അതുകൊണ്ട് നിന്നെ മാനിച്ചിട്ട് ഞങ്ങള് നിന്റെ പഴി ഏറ്റുവാങ്ങാണ്. തുടർന്ന് ജലജ പറയുന്നുണ്ട്, ഏട്ടത്തി നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഇവളുടെ അടുത്തൊന്നും സംസാരിക്കുന്നതേ തെറ്റാണ്. ചേച്ചിയും അനിയത്തിയും കൂടി ചേർന്നിട്ട് എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും നമ്മള് അവരെ ക്ഷമിച്ചിട്ട് നമ്മൾ അവരെ വീണ്ടും തിരിച്ചു വിളിക്കുന്നുള്ള കാര്യം ധൈര്യമാണ് അവർക്ക്. ഒരു തവണയോ രണ്ടു തവണയോ അല്ലല്ലോ, സ്ഥിരമായിട്ട് ഇത് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വരുന്ന ദേഷ്യത്തില് എന്താ ചെയ്യേണ്ടെന്ന്, എന്തൊക്കെയാ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് എനിക്കേ അറിയില്ല ഏട്ടത്തി എന്നൊക്കെ പറയാനുണ്ട് ജലജ. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും മുത്തശ്ശന്റെ സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഇവളുടെ ചേച്ചിയും ഒരു കൂസലില്ലാതെ നമ്മുടെ മുമ്പ് കൂടെ ഇങ്ങനെ നടക്കുന്നത്. തുടർന്ന് ദേവയാനി നയനയുടെ അടുത്ത് പറയുന്നത്, ഇനി നീ ഈ വീട്ടില് ആർക്ക് വേണ്ടി ഒന്നും ചെയ്യരുത്, നിനക്ക് എന്താണോ വേണ്ടത് അത് നിന്റെ റൂമിൽ എത്തിക്കോളും. അമ്മയെന്ന് പറഞ്ഞ് വിളിക്കാനുണ്ട് നയന. കൈകൊണ്ട് ചൂണ്ടിയിട്ട് വേണ്ട എന്നുള്ള രീതിയിൽ അച്ഛന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എല്ലാം പൊറുത്തത്.
ഇനി ഇനി ഒരിക്കലും എന്നെ അമ്മ അങ്ങനെ ഇങ്ങനെയൊന്നും വിളിക്കാൻ നിൽക്കരുത്. പിന്നെ ഞാൻ മനുഷ്യരുടെ രൂപത്തിലായിരിക്കില്ല നിൽക്കുക. എൻ്റെ കൺമുമ്പ് നിൽക്കാതെ ഇവിടുന്ന് പോന്ന് പറഞ്ഞില്ലേ എന്നുള്ള കാര്യം പറയാണേ. ഇത് കേൾക്കുമ്പോൾ നയന ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് റൂമിലേക്ക് ഓടി പോവാണ്. തുടർന്ന് കാണിക്കുന്നത് കൊറിയർ വരികയാണ് വീട്ടിലേക്ക്. ജാനകിയാണ് സൈൻ ചെയ്തിട്ട് അത് മേടിക്കുന്നത്. അത് അന്ന് ഹോട്ടലിൽ നിന്നെടുത്ത ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. എല്ലാവരുടെയും പെയർ ഫോട്ടോസും ഫാമിലി ഫോട്ടോസും എല്ലാം ഉണ്ട്. ഫാമിലി ഫോട്ടോ നോക്കിയിട്ട് ജാനകി പറയുന്നുണ്ട്, 2 ദിവസം മുമ്പ് വരെ എന്ത് സന്തോഷമായിട്ട് ഇരുന്ന ഫാമിലി ആയിരുന്നു ഇത്. എന്നാൽ ഇപ്പം പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് ആർക്കും സംസാരിക്കാൻ വേണ്ടി പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും പഴയതുപോലെ സന്തോഷമായിട്ട് ഇരിക്കാനുള്ള അവസ്ഥ വരട്ടെ എന്നൊക്കെ പറയുകയാണേ. എന്തായാലും ആദ്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോ വെക്കട്ടെ. ഇത് കാണുമ്പോഴെങ്കിലും എല്ലാവർക്കും പഴയതുപോലെ തന്നെ ഒന്നായിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു ചിന്ത വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഹാളിൽ തന്നെ എല്ലാ ഫോട്ടോസും വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ നല്ല ഡിസൈനിൽ പോലെയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. നയനയുടെയും ആദർശിൻ്റെയും ഫോട്ടോ, അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോസും ഉണ്ട്. പോരത്തിന് ഫാമിലി ഫോട്ടോ ഉണ്ട്. അങ്ങനെ ഫോട്ടോ നോക്കിയിട്ട് ദൈവമേ എത്രയും വേഗം തന്നെ ഇതുപോലെ എല്ലാവരെയും സന്തോഷത്തോട് കൂടിയിട്ട് നീ തന്നെ വെക്കണ ദൈവമേ എന്ന് പറയണേ. അങ്ങനെ ഫോട്ടോ പൊട്ടിച്ച കവറും വേസ്റ്റും എല്ലാം എടുത്തിട്ട് ജാനകി അവിടെ നിന്ന് പോവാണ്. തുടർന്ന് ആദർശാണ് കേട്ടോ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അങ്ങനെ ആദർശ് ഭയങ്കര ടയർഡായിട്ട് സോഫയിൽ ഇരിക്കുന്ന സമയത്ത് ജാനകി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇന്നെന്താ ആദർശ് നേരത്തെ വന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അപ്പോഴേക്ക് നയന അവിടെ മറിഞ്ഞു നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അത് ചെറിയമ്മ രാവിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നേരത്തെ പോയി. പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് നേരത്തെ പോകുന്നതാണ്. ഓ അതാണോ, നിനക്ക് കുടിക്കാൻ ഞാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞിട്ട് ജാനകി അവിടുന്ന് പോവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നയന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, എന്നോടുള്ള ദേഷ്യത്തിന്റെ പുറത്തായിരിക്കും ആദർശിട്ട് നേരത്തെ പോയെന്നുള്ള കാര്യം ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് അവിടെ ഫാമിലി ഫോട്ടോ വെച്ചിരിക്കുന്നത് കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് ആദർശിന്റെയും നയനയുടെ ഫോട്ടോ വെച്ചത് കാണുകയാണ് കേട്ടോ. അങ്ങനെ ആദർശ് അത് നോക്കുന്നത് നയന സൈഡിൽ നിന്ന് കാണുന്നുണ്ടെന്ന് ആദർശിന് മനസ്സിലാവുന്നുണ്ട്. നേരെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഫോട്ടോ അങ്ങ് കയ്യിലെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരൊറ്റ ഏറ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ താഴത്തിട്ട് ഇങ്ങനെ അടിച്ച് ഇതാക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് നയനയ്ക്ക് ഒട്ടും സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. പൊട്ടി പൊട്ടി കരയാണ്. അങ്ങനെ സൗണ്ട് കേട്ടുകൊണ്ട് ജാനകി അങ്ങോട്ട് ഓടി വരികയാണ്. എന്താ ആദർശ് നീ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കേട്ടോ. ഈ ഫോട്ടോ ഒരാവശ്യമില്ല, ഇത് വെറും കുപ്പ വേസ്റ്റ് ആണ്. എന്നിട്ട് ഫ്രെയിമിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ഫോട്ടോ എടുത്തിട്ട് ആദർശിന്റെ നയനയുടെ ഫോട്ടോ രണ്ടായിട്ട് കീറി മുറിക്കാണ് കേട്ടോ. അത് കണ്ടുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചുരുട്ടി കൂട്ടിയിട്ട് അത് വലിച്ചെറിയാണ് കേട്ടോ ആ ഫോട്ടോ. എന്നിട്ട് ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ ആദർശ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം. ദയവ് ചെയ്ത് ചെറിയമ്മ എന്നെ സമാധാനിപ്പിക്കാൻ വരരുത്. കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് നേരത്തെ വന്നത്. ഇത് കണ്ടതും ഞാനാകെ ടെൻഷനായി. ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് തന്നെ പോവാന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്തിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ ആദർശ് പോയതിന് ശേഷം നയന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴാണ് ജാനകി കാണുന്നത് നയനേനെ. നയന നീ എപ്പോൾ വന്നു? ഒന്നുമില്ല, ആദർശ് ഫോൺ വന്നതുകൊണ്ട് പോയതാണെന്നുള്ള കാര്യം പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയമ്മ ഒന്നും പറയണ്ട, എല്ലാം ഞാൻ കണ്ടു എന്ന് പറയുകയാണേ. എന്നിട്ട് ആ ഫോട്ടോ എടുത്ത് രണ്ടും കൂടി ചേർത്ത് വെച്ച് സങ്കടപ്പെട്ടുകൊണ്ട് പുറത്തു പോയിരുന്ന് കരയാണ് കേട്ടോ ഫോട്ടോ നോക്കിയിട്ട്. തുടർന്ന് മുത്തശ്ശൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ സങ്കടഭാവം ഒന്നും കാണിക്കാണ്ടാണ് നയന റൂമിലേക്ക് വരുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ നീ അവിടെ വെച്ചിട്ട് പോയിക്കോ മോളെ, ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശ ഇപ്പം തന്നെ മരുന്ന് കഴിക്കാനുള്ള സമയം അതിക്രമിച്ചു, അതുകൊണ്ട് ഞാൻ ഇതവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ മുത്തശ്ശൻ കഴിക്കില്ല, അതുകൊണ്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ നീ എന്നെ വിടില്ല അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. മുത്തശ്ശ മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് കേട്ടോ. എന്നാൽ മുത്തശ്ശി ഇങ്ങനെ മനസ്സിൽ നയനയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് വിചാരിക്കുന്നുണ്ട്, അവളുടെ മനസ്സിൽ ഇത്രയും സങ്കടം ഉണ്ടായിട്ട് മറ്റുള്ളവർ സങ്കടപ്പെടരുത് എന്ന് കരുതിയിട്ട് ഓരോരുത്തരെയും എന്ത് കെയറിങ്ങോട് കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത്. ഇവൾക്ക് എപ്പോഴാണ് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ആദർശിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി പറ്റുക, ആദർശ് എന്നായിരിക്കും ഇവളെ മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കേട്ടോ. അങ്ങനെ മരുന്ന് കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതിലൊരു മരുന്ന് കുറവുണ്ടല്ലോ എന്നുള്ള കാര്യം. മരുന്ന് കഴിഞ്ഞ് മുത്തശ്ശ ഞാൻ വാങ്ങിപ്പിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഞാൻ വാങ്ങിപ്പിച്ചോളാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നയന പോയിട്ട് ആദർശിനെ ഫോണിൽ വിളിക്കുകയാണ്. ആദർശ് 2 പ്രാവശ്യം വിളിക്കുമ്പോഴും ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. എന്ത് പറ്റി മോളെ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അറിയില്ല മുത്തശ്ശ, റേഞ്ച് ഇല്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, ഫോണിന് കിട്ടുന്നില്ല എന്ന് പറയുകയാണേ. പക്ഷേ ആദർശ് ഫോണ് നയനത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തുടർന്ന് നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും ആദർശേട്ടൻ എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്തെന്നാണ് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും, അതുകൊണ്ട് പറയണ്ട എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞ് മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മുത്തശ്ശൻ്റെ ഫോണിൽ നിന്ന് ഞാനൊരു മെസ്സേജ് അയച്ചോട്ടെ ആദർശേട്ടന്, വേണ്ട മെഡിസിൻ്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെ ഫോൺ എടുത്തിട്ട് ലിസ്റ്റ് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ.
അതിനുശേഷം നയന പുറത്തേക്ക് ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി ഇറങ്ങി പോകുമ്പോൾ മുത്തശ്ശിക്ക് കാര്യം മനസ്സിലാവാണ് ആദർശ് മനഃപൂർവ്വം ഫോൺ എടുക്കാത്തതുകൊണ്ടാണ് എന്നുള്ള കാര്യം. അങ്ങനെ നയന പുറത്ത് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അനി വരികയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി എന്താ വിഷമിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. ഏയ് ഒന്നുമില്ലാടാ എന്ന് പറയുമ്പം ഏട്ടത്തി നല്ല വിഷമത്തിലാണ്, എനിക്കറിയാം എന്താ പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ജീവനോടുള്ളത് പോലെ അല്ലടാ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, പ്രശ്നങ്ങൾ വരും പോവും, അതൊന്നും ഒരിക്കലും നിലനിൽക്കില്ല എന്ന് ഏട്ടത്തി തന്നെയല്ലേ പറയാറ്, എന്നിട്ട് ഏട്ടത്തി തന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ എടാ എനിക്ക് ആ വിശ്വാസമൊക്കെ പോയി എന്ന് പറയാണ് കേട്ടോ. അതിന് മാത്രം ഏട്ടത്തി എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആദർശ് ആ ഫോട്ടോ കയറിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അനിയൻ്റെ അടുത്ത് പറയാണ് കേട്ടോ ചെയ്യുന്നത്. ഏട്ടൻ്റെ അടുത്ത് ഏട്ടത്തി ഞാൻ സംസാരിക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദർശേട്ടൻ്റെ ദേഷ്യം അത്ര പെട്ടെന്നൊന്നും അണയില്ല. നീ പറഞ്ഞിട്ട് ആദർശേട്ടൻ മനസ്സിലാക്കണ്ട, ആദർശേട്ടന് സ്വയം തോന്നിയിട്ട് എന്നെ മനസ്സിലാക്കണം, അപ്പോഴേ എല്ലാം ശരിയായിട്ട് വരുള്ളൂ. എൻ്റെ മനസ്സ് തീരെ ശരിയല്ല, ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം, ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ നയന. തുടർന്ന് കാണിക്കുന്നത് അഭി സാധാരണ പോലെ വെള്ളമടിക്കാൻ വേണ്ടി ബാറിൽ പോയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബാറിലുള്ള ആളോട് ഇയാൾ ഇനിയും വരുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് വരാറുണ്ടോ എന്നുള്ള രീതിയിൽ, വേറെ ആരെയും കുറിച്ചിട്ടല്ല മദനെ കുറിച്ചിട്ടാണ്. അങ്ങനെ മദൻ അങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര സ്വീകരണത്തോട് കൂടിയിട്ട് അഭി വിളിച്ചിരുത്തുന്നൊക്കെ ഉണ്ട്. വേണ്ട സർ, ഞാൻ അന്ന് ബോധമില്ലാണ്ട് എന്തൊക്കെയോ പറഞ്ഞെന്ന് പറയുമ്പോൾ നീ വാടാ, നിനക്ക് ഞാൻ ഇന്ന് ചെലവ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സോപ്പിട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി പറയുമ്പോൾ സർ അതൊക്കെ വിട്ടേക്ക് സർ, നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അയാൾ പറയുന്നുണ്ട് കേട്ടോ. ഞാനപ്പം ആ മദ്യത്തിന്റെ ലഹരിയിൽ എന്തൊക്കെയോ പറഞ്ഞു പോയതാന്നൊക്കെ പറയാണ്. നീ എന്താണ് ഫ്ലാഷ് ബാക്ക് പറയാണോ, എന്താ കാര്യം നടന്നതെന്ന് വെച്ചാൽ പറ, നിങ്ങളുടെ ലൈഫിൽ എന്താ ഉണ്ടായെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കോളേജിൽ അവൾ വരുന്ന സമയത്ത് നല്ല സുന്ദരിയായിരുന്നു, എല്ലാവരും അവളെ തന്നെ നോക്കുമായിരുന്നു, ഞാനും അവളെ ട്രൈ ചെയ്തതാ ഒന്ന്, പക്ഷേ അവള് ഫ്രണ്ട്സായിട്ട് നടന്നിട്ട് നീ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ അവോയ്ഡ് ചെയ്താ ചെയ്തത്. പക്ഷേ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടും അവളെ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ഞാൻ ജിമ്മിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവൾക്ക് വേണ്ടിയിട്ട്, പക്ഷെ ഒന്നും നടന്നില്ല എന്നൊക്കെ പറയാണ്. ഓക്കെ നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഫോട്ടോസ് ഉണ്ടോ കയ്യിൽ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സാർ എന്തിനാന്ന് ചോദിക്കാം, നീ ആദ്യം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയടാ എന്ന് പറയുമ്പോൾ ഫോട്ടോസ് ഉണ്ടെന്ന് മദൻ പറയുന്നുണ്ട്. അതെവിടെയുള്ളത്, കയ്യിലുണ്ടോന്ന് ചോദിക്കുകയാണേ. അങ്ങനെ ഫോട്ടോസ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ, ഫോണിനകത്തുള്ള ഫോണൊക്കെ കണ്ടിട്ട് ഫോട്ടോസൊക്കെ കണ്ടിട്ട് ആ ഫോട്ടോസ് എനിക്ക് സെൻഡ് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. എന്തിനാ സാർ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ വലിയ മന്മഥനാന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഭയങ്കര ഡയലോഗൊക്കെ ആയിരുന്നല്ലോ, ഇപ്പം എന്താ നീ പൂച്ചക്കുട്ടിയായി പോയോ, ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ചെയ്താൽ നീ ജിമ്മ് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നില്ലേ, അതിൻ്റെ എല്ലാ ചിലവും ഞാൻ വഹിച്ചോളൂ എന്ന് പറയണേ. അങ്ങനെ മദൻ വേറെ നിവൃത്തിയൊന്നുമില്ലാണ്ട് ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അഭി മദൻ്റെ അടുത്ത് പറയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നീ വലിയ അഹങ്കാരം ഒക്കെ കാണിച്ചല്ലോ നവ്യെ, നിനക്കിട്ടുള്ള പണി ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അഭി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. നവ്യക്കിട്ട് നേരെ പണി കൊടുക്കാമല്ലോ എന്ന്